സാർ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 37 ദിവസമായി ഡൽഹി ജന്തർ മന്ദിറിൽ CJP അതായത് കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ സമരം തത്വത്തിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലുണ്ടായ ഒരു വിദ്യാർത്ഥി സമരം വിജയിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. സമരത്തിനൊടുവിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും മറ്റു പ്രതിപക്ഷ നേതാക്കളുമെല്ലാം നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി VD സതീശനടക്കം CJPക്ക് അതായത് ഈ പാറ്റ പാർട്ടിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ജന്തർ മന്ദിറിൽ അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലുമെല്ലാം പ്രതിരോധം തീർക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അതായത് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ സമരം തുടങ്ങിയത്. സമരം തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ സോനം വാങ്ചുങ്ങിനെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകർ അതിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നിരാഹാരം കിടന്നു. അദ്ദേഹം 26 ദിവസം നിരാഹാരം കിടന്നിട്ടും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാതെ പോകുന്നു. പിന്നീട് കുട്ടികൾക്ക് നേരെ ലാത്തി ചാർജ് ഉണ്ടാകുന്നു, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കടന്നുകയറ്റം ഉണ്ടാകുന്നു. തികച്ചും സമാധാനപരമായി ഗാന്ധിയൻ രീതിയിൽ സമരമുറകളുമായി മുന്നോട്ട് പോയ കോക്രോച്ച് ജനതാ പാർട്ടിയെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തീരുമാനമുണ്ടാകുന്നു. കുട്ടികൾ ഒരു ഇഞ്ച് പോലും പുറകോട്ടില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയല്ലാതെ സമരത്തിൽ നിന്ന് ഞങ്ങൾ സമരസപ്പെടുന്നില്ല, പിന്നോട്ടില്ല എന്നുള്ള ആ ഒരു മുദ്രാവാക്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നു. അവസാനം നരേന്ദ്രമോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടതായി വരുന്നു. പാറ്റ പാർട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ പാറ്റ പാർട്ടി എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച് മാറ്റി നിർത്തിയ പാറ്റകൾ ഇരമ്പിയാർത്ത് നരേന്ദ്രമോദിയുടെ കിടപ്പുമുറിയിലും കേന്ദ്ര സർക്കാരിൻ്റെ അന്തരാളങ്ങളിലുമെല്ലാം പ്രവേശിച്ചതോടുകൂടി കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. മോദി ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ രാജി എഴുതി മേടിക്കുന്നു. അങ്ങനെ പ്രശ്നം പരിഹരിക്കുന്നു. കൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മരണം വരിച്ച കുട്ടികൾക്ക്, ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ വീട്ടുകാർക്ക് 1 കോടി രൂപ പാരിതോഷികം കൊടുക്കണമെന്ന കാര്യങ്ങൾ സമ്മതിക്കുന്നു. കുട്ടികൾക്ക് സമരത്തിനിടയിലെടുത്ത കേസുകൾ പിൻവലിക്കണം എന്നുള്ള കുട്ടികൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് സമരം വിജയിക്കുന്നു. ഇവിടെ എനിക്ക് രാജ്മോഹൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഇത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ വിജയമാണോ അതോ തോൽവിയാണോ? എങ്ങനെ വേണം ഈ സമരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിക്കാണാൻ? അഭിജിത്ത് ദീപ്കെ എന്ന പാറ്റ പാർട്ടിയുടെ അധ്യക്ഷൻ്റെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലൂടെ നടന്ന ഈ സമരം അവരുടെ ഭാഗത്തു നിന്ന് തീർത്തും വിജയമാകുമ്പോൾ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ മോദി തോറ്റോ ജയിച്ചോ? ഏതാനും ദിവസം മുമ്പ് നമ്മൾ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. CJPയുടെ സമരം ജയിച്ചാലും തോറ്റാലും മോഡിക്ക് നേട്ടം എന്നാണ് ഞാനത് കൺക്ലൂഡ് ചെയ്തത്. അത് പറയാൻ കാരണം, ഈ സമരം തുടർന്ന് ഇന്നലെ വരെ ഉണ്ടായിരുന്ന മോഡിയെക്കുറിച്ചോ മോഡിയുടെ ഭരണത്തെക്കുറിച്ചുള്ള ഒരു നരേറ്റീവ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു. വിദ്യാർത്ഥികളെ ബലം പ്രയോഗിച്ച് പരാജയപ്പെടുത്താൻ നോക്കുന്നു. മോഡി ഒരു ഫാസിസ്റ്റ് ടെൻഡൻസി വളർത്തിക്കൊണ്ടുവരുന്നു, സമുദായത്തെ ഉപയോഗിക്കുന്നു, മതത്തെ ഉപയോഗിക്കുന്നു. ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് മോഡിയുടെ സ്വേച്ഛാധിപത്യ ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ എതിരായി സമരം ചെയ്യാൻ എല്ലാവരും വരണം. അവസാനം രാഹുൽ ഗാന്ധിക്കും ആ കൂട്ടത്തിൽ നമ്മുടെ റഹീമിനും ബ്രിട്ടാസിനും ഒക്കെ രംഗത്ത് വരാൻ പറ്റി. ഇവിടെ ആ മോഡിയെക്കുറിച്ചുള്ളൊരു നരേറ്റീവ് ഉണ്ട്. സ്വേച്ഛാധിപതിയുടെ മുഖം, അല്ലെങ്കിൽ ഒരു ഹിന്ദു മതവാദിയുടെ തീവ്രവാദിയുടെ മുഖം, ആ മുഖം ആണ് നമ്മുടെ മനസ്സിൽ പതിപ്പിച്ചിരുന്നത്. അതിൽ നിന്നും വ്യത്യാസമായി മോഡിയും താനും ഒരു ജനാധിപത്യവാദിയാണ്, ജനാധിപത്യത്തെ മാനിക്കുന്നവനാണെന്ന് കാണിച്ചു തന്നു. മോഡിക്ക് മോഡിക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം, മോഡി പത്രസമ്മേളനം നടത്തിയില്ല, ജനങ്ങളെ കാണിയല്ല, ജനാധിപത്യ ബോധമില്ലാത്തവരാണ്, ജനാധിപത്യ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുക. എന്നാൽ ഈ സംഭവം മോഡിക്ക് 2 തരത്തിൽ ഗുണം ചെയ്തു. താൻ ഒരു ജനാധിപത്യവാദിയാണെന്നും സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷന് താൻ അവൈലബിളാണെന്നും അതിന് താൻ തയ്യാറാണെന്നും അതിന് വേണ്ട വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിന് ഈഗോ എനിക്കില്ല എന്നും ഭാരതീയരെ ബോധ്യപ്പെടുത്താൻ മോഡി സഹായിച്ചു. അത് ചെറിയ നേട്ടമല്ല, അത് ചില എളുപ്പത്തിൽ കിട്ടുന്നതല്ല. ഇവിടെ പിണറായി വിജയൻ്റെ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ധാർഷ്ട്യമാണ്. മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരെ പുച്ഛത്തോടെ കാണുന്ന ഏറെക്കുറെ അതേ മനോഭാവമായിരുന്നു മോഡിക്കും. ഞാൻ ഇടപെട്ട് സംസാരിക്കില്ല. സമാനമായ വിഷയം ഇവിടെ നമുക്കുണ്ടായി. കാരണം PSC പരീക്ഷയുമായി നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഈ സമരം ചെയ്ത കുട്ടികളൊക്കെ മണ്ണ് വാരിത്തിലും മുട്ടിലെഴിയുന്നതും, അതായത് റാങ്ക് ഹോൾഡേഴ്സ് വരെ ജോലിയില്ലാതെ അവർ മുട്ടിലെഴിയുന്ന കണ്ടു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് അവർ ആ റാങ്കിങ്ങിൽ വന്ന് കുട്ടികൾ മുട്ടിലെഴിയുന്ന കണ്ടു. മുടിമുറിച്ച് സമരം ചെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സമരക്കാർക്ക് മുന്നിൽ ഒരു കാരണവശാലും മുട്ടുമടക്കില്ല എന്ന
ധാർഷ്ട്യ മനോഭാവത്തോടു കൂടി നിന്ന പിണറായി വിജയൻ അത്തരം സമരങ്ങളെ താൻ അടിച്ചമർത്തി അടിച്ചൊതുക്കി എന്നുള്ള ധാർഷ്ട്യത്തോടു കൂടി നടന്നു കഴിഞ്ഞപ്പോൾ ആഗോള ശ്രദ്ധ തന്നെ ആകർഷിക്കാവുന്ന ഡൽഹിയിലെ ഈ കുട്ടികളുടെ സമരം, പാർട്ടി പാർട്ടിയുടെ സമരം, അത് വലിയൊരു വിപത്തിലേക്ക് രാജ്യത്തെ കൊണ്ടു ചെന്നെത്തിക്കും, അല്ലെങ്കിൽ രാജ്യത്തെ സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലത് ആഴ്ത്തും എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ മോദി സർക്കാർ അക്ഷരാർത്ഥത്തിൽ വിട്ടുവീഴ്ച ചെയ്തു. കുട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്തു. അവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തത്വത്തിൽ അംഗീകരിച്ചുകൊണ്ട് അവർ ഉത്തരവിട്ടു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി പറഞ്ഞ സമയത്തിനുള്ളിൽ 3 മണിവരെയാണ് ഇന്നലെ സമയം ചോദിച്ചിരുന്നെങ്കിലും അതിന് മുമ്പായി കൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചൊഴിയുന്ന കാഴ്ചയാണ് കണ്ടത്. തീർച്ചയായും ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന രീതിയിൽ മോദിയുടെ വിജയമായി ഇതിനെ കാണേണ്ടത് തന്നെയല്ലേ? ആ വിജയത്തിൻ്റെ കൂടെ അപ്പോൾ ഞാനത് ആദ്യം പറഞ്ഞു, മോഡി ഈ സമരം ജയിച്ചാലും തോറ്റാലും മോഡിക്ക് വിജയമാണ്. സമരത്തെ തോൽപ്പിച്ചിരുന്നെങ്കിൽ CJPയുടെ ഡിമാൻഡ്സ് ഒന്നും അംഗീകരിക്കാതെ സമരം പിൻവലിക്കേണ്ടി വന്നിരുന്നെങ്കിൽ മോഡി പറയും ഞങ്ങളുടെ അടുത്ത് ഭീഷണിയും പേടിപ്പീരൊന്നും വേണ്ട, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഞങ്ങൾക്കറിയാം, എങ്ങനെയാണ് ഭരിക്കേണ്ടതെന്നറിയാം, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കുന്നത് ഞങ്ങളറിയാം എന്ന് പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തോടെ വീട്ടിൽ പോയി ചോദിക്കണമെന്ന് പിള്ളേരോട് പറഞ്ഞാൽ, വീട്ടിൽ പോയി ചോദിക്കടാ നീ പിള്ളേരോട്, നിൻ്റെ മാർക്ക് ലിസ്റ്റിൻ്റെ കാര്യം എൻട്രൻസിൻ്റെ കാര്യം നീ വീട്ടിൽ പോയി ചോദിക്കുക എന്ന് പിണറായി വിജയൻ്റെ കൂട്ട് മോഡിയും പറഞ്ഞേനെ. പക്ഷേ അതിനേക്കാളൊക്കെ മോഡിക്ക് കിട്ടിയ ലാഭം നമ്മൾ കാണാതെ പോകരുത്. അത് ആ സീനിയറെ നമ്മൾ മനസ്സിലേക്ക് വരുമ്പോഴേക്കും ഒത്തിരി നിരാശ ചിലപ്പോൾ തോന്നും. ഏറ്റവും മോഡിയെ കത്തിക്കാൻ, രാഷ്ട്രീയമായിട്ട് കത്തിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമല്ല, ഏറ്റവും നല്ല പ്രശ്നമായിരുന്നു അയോധ്യയിലെ രാമൻ്റെ അല്ല കർണൻ്റെ രാമൻ്റെ കവച ഭണ്ഡാരം കുത്തി തുറന്ന് അവിടുന്ന് സ്വർണവും നാണയങ്ങളും ആഭരണങ്ങളും അടിച്ചെടുത്തുകൊണ്ട് പോയ കൊള്ള. അത് ശരിക്കും അതിന് മോഡിക്ക് പ്രൈമറി മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. മോഡിയാണ് ആ അമ്പലത്തിൻ്റെ എല്ലാ കാർമ്മികരെക്കാൾ കൂടുതലായിട്ട് മോഡിയാണ് അതിന് പുനഃപ്രതിഷ്ഠ BJPയുടെ പ്രസ്റ്റീജിയസായിട്ട് അവതരിപ്പിച്ച വിഷയമാണ്. അവിടുന്ന് ഇത് കൊണ്ടുപോയ മോഡി മാത്രമല്ല, മോഡി ശക്തി സംഭരിച്ചിരിക്കുന്നത് അല്ലെ മോഡിയുടെ BJPയുടെ ഒരു ഫണ്ടമെൻ്റലായിട്ട് ആധാരം എന്ന് പറയുന്നത് അയോധ്യ മാത്രമല്ല ഹൈന്ദവ കൺസെപ്റ്റാണ്, ഹൈന്ദവ മേധാവിത്വത്തിൻ്റെ കൺസെപ്റ്റാണ്. അതിന് ഏറ്റവും നല്ല തിരിച്ചടി കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കിട്ടിയ ഏറ്റവും നല്ല അവസരമായിരുന്നു അയോധ്യയിലെ സ്വർണ്ണക്കൊള്ള. രാമനെ തന്നെ കക്കാനിരിക്കുന്നതിൽ എങ്ങനെ ഹിന്ദുവിസത്തെ ഏൽപ്പിക്കും എന്നുള്ള ചോദ്യം ചോദിക്കായിരുന്നു. പക്ഷേ അതിന് ആ പ്രശ്നം ചർച്ചയിൽ നിന്ന് തന്നെ മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിൽ തന്നെ മാറ്റാൻ CJPയെ കൊണ്ട് സാധിച്ചു. അവിടെയാണ് ഇതിൻ്റെ ആ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞത പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. സാറ് സൂചിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ ഭാരതം മുഴുവൻ ഉറ്റുനോക്കിയതുപോലെ BJPയുടെ പ്രസ്റ്റീജ് വിഷയമായിരുന്നു രാമക്ഷേത്രം. ഈ രാമക്ഷേത്രത്തിൽ തന്നെ മോദിയുടെ മൂക്കിന് കീഴേ തന്നെ ഇത്തരം വലിയൊരു കൊള്ള നടന്നു കഴിഞ്ഞപ്പോൾ അക്ഷരാർത്ഥത്തിൽ മോദിയും ഉത്തർപ്രദേശ് ഭരിച്ച യോഗി ആദിത്യനാഥ് ഞെട്ടിവിറച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജനം പ്രതിപക്ഷ കക്ഷികളടക്കമുള്ള ജനം ഇതിനെതിരെ മോദിക്കെതിരെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയപ്പോഴാണ് മോദിയെ സംബന്ധിച്ചിടത്തോളം വീണ് കിട്ടിയതുപോലെ ഇത്തരം ഒരു വിഷയം പാറ്റ പാർട്ടിയുടെ ഒരു വിഷയം വരുന്നത്. ഇത് ഒരു പക്ഷേ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന ഈ വിദ്യാർത്ഥി നേതാവിനുമായി അവർ മുൻനിർത്തി ഈ 37 ദിവസം ഈ സമരം നീട്ടിക്കൊണ്ടുപോവുകയും അയോധ്യ രാമക്ഷേത്ര പ്രശ്നമായി ഉണ്ടായിട്ടുള്ള ഈ വിഷയം മാധ്യമ ശ്രദ്ധയിൽ നിന്ന് മാറ്റുകയും അവസാനം കുട്ടികൾ പറഞ്ഞിടത്തിലേക്ക് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് രാജ്യത്ത് യുവാക്കളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം, വിദ്യാഭ്യാസം നിഷ്പക്ഷമായ രീതിയിലും അതുപോലെ തന്നെ കുറ്റമറ്റ രീതിയിലും നടപ്പാക്കാൻ പറ്റണം, അതിനുള്ള ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടികൾ പറഞ്ഞ വിഷയത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു, ജനാധിപത്യപരമായ രീതിയിൽ സമരം തീർത്തു എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് കൂടി സർക്കാരിന്, അല്ലെങ്കിൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി ജനാധിപത്യപരമായ രീതിയിൽ ഭരിക്കുന്ന സർക്കാരാണ് എന്നുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഈ അയോധ്യ പ്രശ്നത്തിൽ നിന്നും മോദിക്ക് ഒരു പരിധിവരെ മീഡിയ മാധ്യമങ്ങൾ ശ്രദ്ധയിൽ നിന്നും അത് തിരിച്ചുവിടാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടർത്ഥത്തിൽ രാഷ്ട്രീയ തന്ത്രജ്ഞതയിലും അതുപോലെ നിലവിലുണ്ടായ ഒരു പ്രശ്നം പരിഹരിച്ചതുമെല്ലാം ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ മോദിക്ക് ഒരു ജയം തന്നെ ഉണ്ടാക്കിയെടുത്തില്ലേ? ഇത് പാറ്റാ പാർട്ടിയുമായി മോദി ഉണ്ടാക്കിയ ഏതെങ്കിലും ധാരണയുടെ അടിസ്ഥാനത്തിലാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ എന്ത് പറയാൻ പറ്റും? അല്ല, ഇത് ധാരണ ഉണ്ടെങ്കിലും ഇല്ലല്ലോ. പക്ഷെ അത് മോഡി അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കാൻ പോകില്ല ആദ്യം. പക്ഷേ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മോഡി ഇവർ സമരം തുടങ്ങിക്കഴിഞ്ഞപ്പം അതിൻ്റെ ഗുണഫലങ്ങളെക്കുറിച്ച് ആലോചിച്ച് പ്രാക്ടിക്കലായിട്ട് ആലോചിച്ചു. അടവ് നയം ഇവിടെ ധാരണ ഉണ്ടാക്കാൻ പോകില്ല എന്ന് പറഞ്ഞാൽ CJP തുറന്നു വിട്ടിരിക്കുന്ന ഒരു ഭൂതത്തെയാണ്. ഇതിനെ പെട്ടെന്ന് അകത്തേക്ക് കിടത്താൻ പറ്റിയല്ല. അതിനെ ആരും കിടത്തും കുടത്തിലടയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതൊരു വികാരമായിട്ട് എല്ലാ ഇന്ത്യ മൊത്തമുള്ള വിദ്യാർത്ഥികളുടെ ഇടയിൽ ചെറുപ്പക്കാരുടെ ഒരു വികാരമായിട്ട് അങ്ങ് വരികയാണ്. നാളെ ഇതുപോലെ തന്നെ സംഘടിതമായ പ്രക്ഷോഭങ്ങൾ പല സ്റ്റേറ്റിലും ഉണ്ടാവും. അത് മോഡിയെ ശല്യം ചെയ്യും. ഒരു ഭരണകൂടത്തിന് വലിയ തലവേദന താങ്ങാൻ പറ്റാവുന്നതായിരിക്കില്ല. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം കൂടി സാറ് ഒന്ന് സൂചിപ്പിക്കുകയാണ്.
അത്രയും ദിവസം ഏതാണ്ട് ഒരു 10-27 ദിവസം വരെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയക്കാരും ഇടപെടുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രശ്നം കത്തിയാളുമ്പോൾ തങ്ങൾക്ക് രാഷ്ട്രീയമായി ഇത് ഉപയോഗിക്കാമെന്ന് കണക്കാക്കിക്കൊണ്ട് ലോക്സഭാ അധ്യക്ഷനായ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി അടക്കം ഈ പ്രശ്നത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിൻ്റെ അപകടം കൃത്യമായി തന്നെ ആ രാഷ്ട്രീയ അപകടം മോദി സർക്കാർ തിരിച്ചറിയുന്നു. പിറ്റേ ദിവസം തന്നെ ഇതിനൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴാണ് അത് പ്രതിപക്ഷങ്ങൾക്കും വലിയ തിരിച്ചടിയായി മാറുന്നത്. അവരിങ്ങനെയല്ല ധരിച്ചിരുന്നത്, ഈ കുട്ടികളെ വെച്ചുകൊണ്ട് മുന്നോട്ട് കാര്യങ്ങൾ നീക്കി ഇല്ലാത്തൊരു ഹൈപ്പ് ഉണ്ടാക്കാം മോദി സർക്കാരിനെതിരെ എന്ന് കൃത്യമായി തന്നെ ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ദക്ഷിണേന്ത്യയിലുള്ള കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരെല്ലാം അങ്ങോട്ട് വിളിച്ചു വരുത്തി ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുപ്പിച്ചതും രാഹുൽ ഗാന്ധി തന്നെ പോലീസ് രാഹുൽ ഗാന്ധിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെല്ലാം മാറുന്നത് നമ്മൾ കണ്ടത്. അവിടെ അക്ഷരാർത്ഥത്തിലൊരു രാഷ്ട്രീയ തന്ത്രജ്ഞത തന്നെ മോദി പ്രയോഗിച്ചില്ലേ എന്നുള്ളതാണ്. അല്ല, അത് മോഡിയെ കൗണ്ടർ ചെയ്യത്തക്ക രീതിയിലുള്ള രാഹുൽ ഗാന്ധിയൊക്കെ എന്തുകൊണ്ട് നേരത്തെ വന്നില്ല എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ CPM വന്നില്ല എന്നുള്ളത് ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. കോൺഗ്രസിൻ്റെ പ്രസൻസ് അവിടെ നോക്കും. രാഹുൽ ഗാന്ധി സമരത്തിൽ സജീവമായി പങ്കെടുത്തിട്ടില്ല, അല്ലെ കോൺഗ്രസ് പങ്കെടുത്തിട്ടില്ല എന്ന് പറയുമ്പം ആദ്യം തന്നെ കോൺഗ്രസിൻ്റെ സജീവമായി പങ്കെടുത്തിരുന്നെങ്കിൽ ഇത് വെറും രാഷ്ട്രീയ സമരമാക്കി മുൻകാലങ്ങളിൽ നടത്തിയ സമരം പോലെ മാറുമായിരുന്നു. അങ്ങനെ BJP വളരെ പെട്ടെന്ന് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം കിട്ടുമായിരുന്നു. BJP വിരുദ്ധ കക്ഷികളുടെ സമരം എന്നുള്ള രീതി, ഇത് BJP വിരുദ്ധ കക്ഷികളാണെന്ന് CJP കുറിച്ച് പറയാൻ പറ്റുമോ? ഇല്ല. വിദ്യാർത്ഥികളെ കുറിച്ച് പറയാൻ പറ്റുമോ? കാരണം BJP കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വോട്ട് ചെയ്യുക, അവർക്ക് പിന്തുണ നൽകുകയും ചെയ്തൊരു ജനസമൂഹമാണ് അതിൻ്റെ പുറകിലുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ മറ്റാരെങ്കിലോ അതിൻ്റെ പുറകിൽ സജീവമായി ഫ്രണ്ടിൽ വന്ന് നിന്നിരുന്നെങ്കിൽ ഈ സമരം തോൽപ്പിക്കാൻ എളുപ്പമായിരുന്നു. മോഡി പ്രതീക്ഷിച്ച രീതിയിൽ അവർ വന്നില്ല. അത് അവസാന ഘട്ടത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മുതലെടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഉടനെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പറയാം, ഞാനതിൽ പങ്കെടുത്ത് സമരം വളരെ വിശാലമാകുമെന്ന് തോന്നിയപ്പോൾ മോഡി കീഴടങ്ങിയതാണെന്ന് വേണമെങ്കിൽ രാഹുലിനും പറയാം. അല്ല, ഇവിടെ കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ CJP അത്രയും കാലം കളിച്ചെന്ന് അവർ ഫോർവേഡ് ചെയ്തു ഗോളേരിയയിലേക്ക് വന്ന് ഗോളടിക്കാൻ നേരത്ത് രാഹുൽ ഗാന്ധി വന്ന് ഗോളടിക്കുന്ന കാഴ്ചയാണ്, ഓഫ് സൈഡിൽ നിന്ന് അടിക്കുന്ന കാഴ്ച. അപ്പോൾ അതൊരു കാരണവശാലും ഈ കളി നോക്കി നിൽക്കുന്ന നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അനുവദിച്ചു കൊടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കളി ഒരു ടൈ ബ്രേക്കറിലേക്ക് പോവുകയാണെങ്കിൽ തനിക്ക് വലിയ ദോഷം പറ്റും എന്ന് തിരിച്ചറിഞ്ഞ നരേന്ദ്രമോദി കൃത്യമായി തന്നെ ജിതേന്ദ്ര സിംഗിനെയും അതുപോലെ തന്നെ നദ്ദയെയും അവിടെ നിയോഗിച്ചു. ഈ കുട്ടികളുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്തു. പിറ്റേ ദിവസം അവർ പറഞ്ഞ 3 മണിവരെയാണ് ഇന്നലെ ഉച്ചയ്ക്ക് സമയം ചോദിച്ചിരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിന് മുമ്പായി കൊണ്ട് തന്നെ ഏതാണ്ട് 1 മണിയോടുകൂടി തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചു എന്നുള്ളതാണ്. അവിടെ കൃത്യമായ ഒരു കുട്ടികൾക്കും സർക്കാരിനും ഇടയ്ക്ക് ഒരു നയതന്ത്രം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യപരമായ രീതിയിൽ ഈ സമരം തീർത്തു കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി സമൂഹത്തിനും അവർ ചെയ്ത സമരം ഒത്തുതീർപ്പിലായി വിജയിപ്പിച്ചു എന്നുള്ള വലിയൊരു ആശ്വാസം മോദിയെ സംബന്ധിച്ചിടത്തോളം 2 തരത്തിലുള്ള ഒരു ആശ്വാസം കിട്ടി. ഈ സമരം തോറ്റു ജയിച്ചു എന്നുള്ള രീതിയിലേക്ക് മോദി മാറി. അതായത് ഈഗോയ്ക്കല്ല അവിടെ പ്രാധാന്യമുള്ളത്, കുട്ടികളുടെ ഭാവി, രാജ്യത്തിൻ്റെ ഭാവി യുവാക്കളിലാണ്. അതെ, ഈ രാജ്യത്തിൻ്റെ ഭാവി യുവാക്കളിലാണ് എന്ന് നാഴിക്ക് 40 വട്ടം പറയുന്ന മോദിയെ സംബന്ധിച്ചിടത്തോളം യുവാക്കളുടെ പ്രശ്നത്തിൽ കൃത്യമായി ഇടപെട്ടു. അവർ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് ആ സമരം പിൻവലിച്ചു. മാത്രമല്ല നീറ്റ് പരീക്ഷയിൽ ഇനി ഒരിക്കലും ക്രമക്കേട് ഉണ്ടാകാത്ത രീതിയിൽ ഒരു 10 അംഗ സമിതിയെ ആ കാര്യത്തിൽ നിയോഗിച്ചു. ഏതെങ്കിലും കാരണവശാൽ ഇനി അങ്ങനെ ഒരു വിഷയം ഉണ്ടാകുകയാണെങ്കിൽ, ഒരു കേസ് കണ്ടെത്തുകയാണെങ്കിൽ ആ ആൾക്ക് 10 വർഷം കഠിന തടവും അതുപോലെ തന്നെ 10 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കണമെന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ മാറ്റി മറിഞ്ഞു കഴിഞ്ഞപ്പോൾ തീർച്ചയായും കുട്ടികളും അവിടെ ഹാപ്പിയാണ്. മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിയും ഹാപ്പിയാണ്. അത് എല്ലാവർക്കും ശുഭപര്യായ സമരമായിട്ട് തീരുന്നു. നാളെ ഇതിൻ്റെ നഷ്ടം അവിടെ സംഭവിച്ചതല്ല. നാളെ ഇവിടെ കേരളത്തിൽ തന്നെ SFI KSU ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നാളെ ടേക്കപ്പ് ചെയ്യാൻ ഇഷ്ടംപോലെ വിഷയമുണ്ട്. തീർച്ചയായും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി തിരിച്ച ആളുകൾ അല്ലാതെ കേരളത്തിൽ നടന്ന PSC പ്രശ്നത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം സജീവമായ സമരം സംഘടിപ്പിക്കാത്തത്? ഡൽഹി വീണ് കിടക്കുന്ന കുറേ പാർട്ടിയുടെ മുകളിൽ കയറിയിരുന്ന തങ്ങൾക്ക് നേതാക്കന്മാരാകാൻ ഇവന്മാർ വിചാരിച്ചാൽ അത് സൂക്ഷിക്കുക. അപ്പോൾ കേരളത്തിൽ സമാനമായി നടന്ന PSC സമരത്തിൽ എന്തായിരുന്നു എന്നുള്ളത് കൂടി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്.